IPL-ലെ ഏറ്റവും മികച്ച സ്കൗട്ടിംഗ് നെറ്റ്വർക്കുള്ള ഫ്രാഞ്ചൈസി ഏതാണ്? കുറച്ചു സീസണുകൾക്ക് മുമ്പാണ് ഇങ്ങനെയൊരു ചോദ്യമെങ്കിൽ ഒറ്റ ഉത്തരം മാത്രം: മുംബൈ ഇന്ത്യൻസ്. ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ. ആഭ്യന്തര ക്രിക്കറ്റിൻ്റെ മേൽവിലാസവുമായെത്തി ലോക ക്രിക്കറ്റിലേക്ക് മുംബൈ കൊടിയുമേന്തി കുതിച്ചു കയറിയവർ. IPL-ന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിനൊപ്പം നിന്ന ടീം. എന്നാൽ IPL 19-ാം പതിപ്പ് അന്ത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് നിരാശയുടെ പാതാളത്തിലാണ്. സൂപ്പർ താരങ്ങളുടെ മോശം ഫോം മുതൽ ക്യാപ്റ്റൻസി മിസ്റ്റേക്കുകൾ വരെയായി അടിമുടി പ്രശ്നങ്ങൾ. ഇതോടൊപ്പം മുൻ സീസണിലേതിന് സമാനമായി പുതിയ താരങ്ങളുടെ രംഗപ്രവേശനമില്ലാത്തതും തിരിച്ചടിക്ക് ആക്കം കൂട്ടി. അടുത്ത സീസണിൽ ഒരു തിരിച്ചുവരവിന് സമൂലമായ തിരുത്തലുകൾ മുംബൈക്ക് കൂടിയേ തീരൂ. വരുന്ന എഡിഷനിൽ ആരൊക്കെ ടീമിനൊപ്പം ഉണ്ടാകും, ആരൊക്കെ പുറത്തു പോകും, പരിശോധിക്കാം. ഈ സീസണിൽ ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ ആദ്യ 10-ൽ പോലും ഒരു മുംബൈ ഇന്ത്യൻസ് താരമില്ല. ടീമിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് എത്രത്തോളം മോശമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കണക്ക്. 13-ാം സ്ഥാനത്തുള്ള റിയാൻ റിക്കൾട്ടനാണ് ഇത്തവണ മുംബൈയുടെ ടോപ്പ് സ്കോറർ. 11 ഇന്നിംഗ്സിൽ നിന്നായി 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും സഹിതം 436 റൺസ്. പിന്നീടൊരു മുംബൈ ഇന്ത്യൻസ് താരം പട്ടികയിൽ ഇടം പിടിച്ചത് തിലക് വർമ്മയാണ്, 22-ാം സ്ഥാനത്ത്. 13 ഇന്നിംഗ്സിൽ നിന്ന് നേടിയത് 356 റൺസ്, 1 സെഞ്ചുറി, 2 അർദ്ധ സെഞ്ചുറി. ഇനി ടോപ്പ് വിക്കറ്റ് ടേക്കർമാർക്കുള്ള പർപ്പിൾ പോരാട്ടത്തിലേക്ക് വന്നാലോ, അവിടെയും ആദ്യ പേരുകളിൽ ഒരു മുംബൈ ഇന്ത്യൻസ് താരമില്ല. 10 മത്സരങ്ങളിൽ 14 വിക്കറ്റുള്ള അഫ്ഗാൻ സ്പിന്നർ അള്ളാ ഗസൻഫാറാണ് മുംബൈയുടെ ടോപ്പ് വിക്കറ്റ് ടേക്കർ, 13-ാം സ്ഥാനത്ത്. 11 വിക്കറ്റുമായി കോർബിൻ ബോഷ് രണ്ടാമതുണ്ട്. പ്രീമിയം പേസർ ബുംറ 13 മാച്ചിൽ നേടിയത് 4 വിക്കറ്റ്. ഒരു പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന IPL കരിയറിൽ ബുംറ എല്ലാം കൊണ്ടും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ കൂടിയാണ് കടന്നു പോകുന്നത്. ഓപ്പണിംഗ് റോളിൽ രോഹിത് ശർമ്മയും റിയാൻ റിക്കൾട്ടനും ടീമിൽ തന്നെ തുടർന്നേക്കാം. ഈ സീസണിൽ പരിക്ക് കാരണം എല്ലാ മത്സരങ്ങളിലും ഹിറ്റ്മാൻ്റെ സേവനം ടീമിന് ലഭിച്ചിരുന്നില്ല. കളത്തിലിറങ്ങിയത് 8 മത്സരങ്ങളിൽ മാത്രം. 250 അടക്കം അക്കൗണ്ടിലുള്ളത് 283 റൺസ്. ടീം അമ്പയെ പരാജയപ്പെട്ടെങ്കിലും ശരാശരിക്ക് മുകളിലാണ് താരത്തിൻ്റെ പെർഫോമൻസ്. നിലവിൽ 39 വയസ്സുള്ള രോഹിത് അടുത്ത സീസണിലും ഓപ്പണിംഗ് റോളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. മികച്ച ഫോമിൽ കളിച്ച ദക്ഷിണാഫ്രിക്കൻ താരം റിയാൻ റിക്കൾട്ടനെയും ടീം റിട്ടേൺ ചെയ്യുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഈ പതിപ്പിൽ മുംബൈയുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സൂര്യകുമാർ യാദവിൻ്റെ മോശം പെർഫോമൻസാണ്. ഇതുവരെ 12 ഇന്നിംഗ്സിൽ നിന്ന് 210 റൺസ് മാത്രമാണ് സ്കൈ നേടിയത്. ഒരേ ഒരു 50. മധ്യ ഓവറുകളിൽ താരത്തിൻ്റെ മെല്ലപ്പോക്കും വേഗത്തിലുള്ള പുറത്താകലുമെല്ലാം ടീം പ്ലാനുകളെ ഒന്നാകെ തെറ്റിച്ചു. 2025 സീസണിൽ 717 റൺസ് അടിച്ച സ്ഥാനത്താണ് ഇത്തവണ താരം അമ്പയെ പരാജയമായിരിക്കുന്നത്. എന്നാൽ വരും സീസണിലും മുംബൈ ജേഴ്സിയിൽ സ്കൈ കളിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. പരിക്ക് കാരണം ഇത്തവണ അധികം അവസരം ലഭിക്കാതിരിക്കുന്ന ഡീകോക്കിനെ അടുത്ത സീസണിലും ഒരുപക്ഷെ നിലനിർത്തിയേക്കും. എന്നാൽ ടോപ്പ് ഓർഡറിൽ മുംബൈ വലിയ പ്രതീക്ഷ വെച്ച യുവതാരങ്ങളായ ഡാനിഷ് മലേവാറും റോബിൻ മിൻസും ലഭിച്ച അവസരങ്ങളിൽ ഒട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. 2 മത്സരത്തിൽ കളത്തിലിറങ്ങിയ റോബിൻ മിൻസ് 6 റൺസ് മാത്രമാണ് നേടിയത്. ഡാനിഷ് മലേവാർ കളിച്ച 2 കളിയിൽ നേടിയതാകട്ടെ 2 റൺസ്. ഇതോടെ ഇരുവരെയും ലേലത്തിന് മുമ്പായി മുംബൈ കൈവിടാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത സീസണിൽ ഹാർദിക് പാണ്ഡ്യ ടീമിലുണ്ടാകുമോ? ഇനി ഫ്രാഞ്ചൈസി താരത്തെ നിലനിർത്തിയാലും ക്യാപ്റ്റൻസി നൽകാനുള്ള സാധ്യതകൾ വിരളമാണ്. 3 സീസണുകളിലായി മുംബൈയെ നയിച്ച ഇന്ത്യൻ ഓൾറൗണ്ടർക്ക് കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിരുന്നില്ല. 2025-ൽ പ്ലേ ഓഫിനെത്തിക്കാനായെങ്കിലും ഇത്തവണ 2024-ലേതിന് സമാനമാണ് കാര്യങ്ങൾ. സ്വന്തം തട്ടകമായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ പോലും മുംബൈ നനഞ്ഞ പടക്കമാകുന്ന അവസ്ഥ. ഇതോടൊപ്പം കളിക്കളത്തിൽ ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും ഹാർദിക് പരാജയം തന്നെയെന്ന് പുറത്തുവന്ന വാർത്തകളെല്ലാം തെളിയിക്കുന്നു. പരിക്കിനെ തുടർന്ന് സൂര്യകുമാറും ബുംറയും ആ റോൾ ഏറ്റെടുത്തപ്പോൾ കളിക്കാരിലുണ്ടായ വൈബ്രന്റ് സമീപനവും ഫ്രാഞ്ചൈസിക്ക് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. സീസണിൽ ടീം തീർത്തും നിറമങ്ങിയെങ്കിലും നമൻധീർ, വിൽ ജാക്സ്, ഷർദുൽ ഠാക്കൂർ എന്നിവർ അല്പം ഭേദപ്പെട്ട പെർഫോമൻസാണ് പുറത്തെടുത്തത്. ഇതോടെ ഈ 3 പേരും അടുത്ത സീസണിലും ടീമിനൊപ്പം ഉണ്ടാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. എന്നാൽ യങ് ഓൾറൗണ്ടർ രാജ് അൻഗദ് ബാവയ്ക്ക് ഫ്രാഞ്ചൈസിക്കൊപ്പം പ്രതീക്ഷയ്ക്ക് തുയരാനായില്ല. ഇതോടെ താരത്തെ ടീം റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വരും സീസണിൽ മുംബൈ പൊളിച്ചുമാറ്റാൻ തയ്യാറെടുക്കുന്ന പ്രധാന മേഖല അത് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. BBC എന്ന ലേബലിലെത്തിയ ബുംറ ബോൾട്ട് ചഹാർത്രയം അടപടലം പാളി. മുമ്പ് പവർപ്ലേ ഓവറുകളിൽ വിക്കറ്റ് എടുത്ത ടീമിൻ്റെ രക്ഷക റോളിൽ അവതരിച്ചിരുന്ന ബോൾട്ട് ഇത്തവണ യഥേഷ്ടം റൺസ് വിട്ടുകൊടുക്കുന്നതാണ് ഓരോ മത്സരത്തിലും നാം കണ്ടത്. പേസ് മൂർച്ചയും കൃത്യതയും നഷ്ടപ്പെട്ട ബോൾട്ട് ഒരു മത്സരത്തിൽ പോലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. 5 മത്സരങ്ങൾക്ക് ശേഷം പുറത്തിരുത്തിയ കിവി വെറ്ററൻ പേസർ സീസണിൽ എറിഞ്ഞിട്ടത് 2 വിക്കറ്റ് മാത്രം. ഇക്കണോമിയോ 11 മുകളിലും. ദീപക് ചഹാറിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. 7 മത്സരങ്ങളിൽ പന്തെടുത്ത ചഹാർ നേടിയത് 6 വിക്കറ്റ് മാത്രം. ഇതോടെ അടുത്ത സീസണിൽ BBC സഖ്യം വേർതിരിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബുംറ തുടരുമ്പോഴും മറ്റ് 2 പേസർമാരുടെ കാര്യത്തിലും മുംബൈ പുനരാലോചനയ്ക്ക് തയ്യാറായേക്കും.
പ്രതീക്ഷയർപ്പിച്ച യുവ പേസർ അശ്വിനി കുമാറിനും സീസണിൽ സ്ഥിരതയോടെ പന്തെറിയാനായില്ല. തുടർ തിരിച്ചടികൾക്കിടയിലും മുംബൈക്ക് പലപ്പോഴും രക്ഷകനായത് അഫ്ഗാൻ സ്പിന്നർ ഗസൻഫാർ ആയിരുന്നു. ഇമ്പാക്റ്റ് വിക്കറ്റുകളുമായി യങ് മിസ്റ്ററി സ്പിന്നർ പലകുറി ക്യാപ്റ്റന്റെ പ്രതീക്ഷ കാത്തു. ലേലത്തിലെ അബദ്ധങ്ങളും ദുർബലമായ ബൗളിംഗും മെഗാലേലം മുതൽക്കേ മുംബൈയുടെ കണക്കുകൂട്ടലുകൾക്ക് വിഘാതം സൃഷ്ടിച്ചതാണ്. ബുംറ, സൂര്യകുമാർ, ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ എന്നിവരെ നിലനിർത്താൻ വലിയ തുക ചെലവിട്ടതോടെ മികച്ചൊരു ബൗളിംഗ് നിരയെ കെട്ടിപ്പടുക്കാൻ മുംബൈക്ക് സാധിച്ചില്ല. ഇത്രയും പണം നൽകി ഇവരെയെല്ലാം നിലനിർത്തണോ എന്ന ചോദ്യവും ബാക്കി. ചിലപ്പോൾ പല പ്രമുഖരെയും മുംബൈ പറഞ്ഞു വിട്ടേക്കാം. രാജസ്ഥാൻ്റെ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശിയെ ചൂണ്ടുന്നതും ഇഷാൻ കിഷനെ തിരിച്ചെത്തിക്കുന്നതും അടക്കം പലതും കേൾക്കുന്നുണ്ട്. പക്ഷേ രണ്ടും അത്ര എളുപ്പമാകില്ല എന്നും ഉറപ്പാണ്. കടലാസിലെ വലിയ പേരുകാരെ വിശ്വസിച്ചിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് വരും സീസണിൽ എന്ത് സ്ട്രാറ്റജിയാകും പരീക്ഷിക്കുക? മുംബൈയുടെ പ്ലാനിൽ ആരൊക്കെ ഉണ്ടാകും? അല്ലെങ്കിൽ ആരെയൊക്കെ പറഞ്ഞു വിടണം? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.